നമസ്കാരം. പരമശിവനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് പരമശിവന്റെ 2 ചിത്രങ്ങളാണ്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കും, അത് നിങ്ങൾക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ തൊടുകുറിയിലൂടെ വിശദമായി മനസ്സിലാക്കാം. ഏവരും അതിനാൽ പരമശിവനെ ഒരു നിമിഷം വന്ദിച്ച് ഈ 2 ശിവചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഓം നമഃശിവായ എന്നോ ഓം ഹ്രീം നമഃശിവായ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പുതിയ ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ ഒരൽപ്പം കൂടുതലാകുന്നു. അത് നിങ്ങൾ ഒരു വട്ടം പരാജയപ്പെട്ടതോ അല്ലെങ്കിൽ ശ്രമിക്കാതെ ഒഴിവാക്കിയതോ ആയ കാര്യങ്ങളാകാം. വീണ്ടും ഈശ്വരനായി അത്തരത്തിൽ ഒരു അവസരം നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ അനുകൂലമായി തീരാവുന്ന ഒരു അവസരം നൽകുന്നതാണ്. ഭഗവാൻ നൽകുന്നതായി ഈ അവസരം ജീവിതത്തിൽ ഉയർച്ച നൽകും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. സാമ്പത്തികമായ പരാധീനതകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങൾ ഒരൽപ്പം ആശ്വാസം പകരുന്നതായി മാറാവുന്നതുമാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ്. കലഹങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാതെയും വരുന്നു. എന്നാൽ ഇനിയുള്ള സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഐക്യം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതിൽ ഒരു പരിധിവരെ വിജയം നേടും. എങ്കിലും ചില അവസരങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ കലഹത്തിലേക്ക് നയിക്കാവുന്നതാണ്. അതിനാൽ ആ കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. ആവശ്യത്തിന് തന്നെ എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ ലഭിക്കണം എന്നില്ല. അല്പം കാലതാമസം ചില കാര്യങ്ങളിൽ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനാൽ ചില പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരും. എന്നാൽ അത് താൽക്കാലികം മാത്രമാകുന്നു. തടസ്സങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദുഃഖങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അത്തരം ദുഃഖങ്ങൾ പലപ്പോഴും മറക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ പതിയെ മറക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ദുഃഖങ്ങൾ, നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ സൗഖ്യം വർദ്ധിക്കുന്നതായ സാഹചര്യം തന്നെ കടന്നു വരും. അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികൾ പെട്ടെന്ന് വിജയം കാണണം എന്നില്ല. അതിനാൽ അല്പം കാലതാമസം നേരിടേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ ഉയർച്ച പ്രകടമാകുന്നതായ ചില കാര്യങ്ങൾ, അനുകൂലമാകുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. എന്നാൽ കഠിനമായ പരിശ്രമങ്ങളുണ്ട് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കാരണം ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉള്ളതിനാൽ അത്തരം കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും പ്രധാനമായും അനുഭവിക്കുന്നതായ ചില പ്രയാസങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുകയും ശുഭഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യാം. എന്നാൽ നല്ല മനസ്സോടെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വിദ്യയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അനുകൂലമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് ദോഷകരമായി തീരാം. അത്തരം ചില കാര്യങ്ങളിൽ നിന്നും ഒഴിവാകുവാനുള്ള അവസരം ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും. അത്തരം കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം.
പരമശിവന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ചില പ്രയാസങ്ങൾ നിങ്ങളിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. അല്പം കാത്തിരുന്നതിന് ശേഷം മാത്രമാണ് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകലൂ. ജോലിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. ജോലിക്കായി ശ്രമിക്കുന്നവർക്കും അത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമല്ലാത്തതായ ഫലങ്ങൾ ജീവിതത്തിലുണ്ട്. അത്തരം ചില വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ പ്രതീക്ഷിക്കാതെ നേരിടേണ്ടതായി വരുന്നു. അത് മുൻകൂട്ടി പല കാര്യങ്ങളും മനസ്സിലാകാതെ പുറമേ നിന്ന് നോക്കുമ്പോൾ കാര്യങ്ങൾ അനുകൂലമാണ് എന്ന ചിന്തയാൽ ചെയ്യുന്നതാകാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി തീരുന്നു. അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരും. പ്രധാനമായും നിങ്ങൾക്ക് പ്രതികൂലമാകുന്നതായ കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കും. ഉദ്ദേശിക്കുന്നതായ പല കാര്യങ്ങളും മനസ്സിലുണ്ട്. എന്നാൽ പലപ്പോഴും അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കാത്തതായ സാഹചര്യങ്ങളുമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങൾ നടക്കും എങ്കിൽ പോലും അല്പം കാത്തിരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ബഹുമാനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അംഗീകാരങ്ങൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഉന്നതിക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമാവുക, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. എന്നാൽ ശത്രുദോഷം നിങ്ങളെ കാര്യമായി ബാധിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ ക്രമേണ ശത്രുദോഷം നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കർമ്മ പുരോഗതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. നല്ല സൗഹൃദങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. സൗഹൃദങ്ങളാൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും. മനോനിയന്ത്രണം പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. ഇത് പലവിധ അബദ്ധങ്ങളിലേക്കും നിങ്ങളെ നയിക്കുന്നു എന്നതും വാസ്തവമാണ്. അത്തരം ചിന്തകൾ, അത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം വരുത്തുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. നെഗറ്റീവായ ചിന്തകൾ പലപ്പോഴും നിങ്ങൾക്കുണ്ട്. അത്തരത്തിലുള്ള നെഗറ്റീവായ ചിന്തകൾ നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള ഊർജം നഷ്ടമാകുന്നതായ സാഹചര്യങ്ങൾ പോലും സൃഷ്ടിക്കുന്നു. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. നെഗറ്റീവായ ചിന്തകൾ ഒഴിവാക്കി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും. ബന്ധുക്കൾ പോലും ശത്രുക്കളാകുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിൽ ചില പിണക്കങ്ങൾ ഒഴിവാക്കുകയോ അത്തരം സാഹചര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വരുന്നതായ അപകട സാധ്യതകളെ ഭഗവാന്റെ അനുഗ്രഹത്താൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശ്രമിക്കുകയാണ് എങ്കിൽ ഉന്നതമായ സ്ഥാനങ്ങൾ, അംഗീകാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ആഗ്രഹ സാഫല്യം പോലും ഈ സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ, നിങ്ങളുടെ കഠിന പരിശ്രമത്താൽ നിങ്ങൾക്ക് കടന്ന് വരാവുന്നതാണ്. ആരോഗ്യ കാര്യങ്ങൾ പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു പരിധിവരെ അനുകൂലമാകുന്നതായ സാഹചര്യങ്ങളും കടന്നു വരും. മനസമാധാനം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക.